എല്ലാവർക്കും മായലോകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് സ്പോട്ടിലേക്കാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. വെള്ളക്കാന്താരി, അതെ, എറണാകുളം ജില്ലയിലെ കണ്ടെയ്നർ റോഡിലുള്ള വെള്ളക്കാന്താരിയിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ വെള്ളക്കാന്താരിയിലെത്തി. ഇതാണ് വെള്ളക്കാന്താരിയുടെ മെയിൻ എൻട്രൻസ്. സാധാരണ ഇവിടെ നല്ല തിരക്കായിരിക്കും ലഞ്ച് ടൈമിന്. അതും പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും വരുന്ന ഒരാളല്ല, ഞാനിവിടെ 1-2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളൂ. പക്ഷേ ഇന്ന് തിരക്ക് കുറവാണ്. എന്നിരുന്നാലും ടേബിളെല്ലാം ഓൾമോസ്റ്റ് ഫില്ലായിരുന്നു. ഞങ്ങൾക്ക് അകത്താണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. സാധാരണ എല്ലായിടത്തും ഞണ്ടിൻ്റെ റോസ്റ്റ് കിട്ടാറുണ്ട്, പക്ഷെ ഞണ്ടിൻ്റെ മീറ്റ് മാത്രം എടുത്ത് ഉലർത്തിയത് കിട്ടൽ കുറവാണ്. അത് വെള്ളക്കാന്താരിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ അത് കഴിക്കാനാണ് മെയിനായിട്ട് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ നിങ്ങളൊരു ഞണ്ട് ലവർ ആണെങ്കിൽ നേരെ വെള്ളക്കാന്താരിയിലേക്ക് വിട്ടോ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് മീൻ മുട്ടയും മുരിങ്ങ ഇറച്ചിയായിരുന്നു. സൂപ്പറായിരുന്നു. അപ്പോൾ നിങ്ങളൊരു സീ ഫുഡ് ലവർ ആണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ടാണ് വെള്ളക്കാന്താരി. ഇവിടെ ഒത്തിരി വിഭവങ്ങളുണ്ട് കേട്ടോ, അതും കിടു ടേസ്റ്റാണ്. പിന്നെ എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ചേച്ചിമാരുടെ സർവീസാണ് കേട്ടോ. എന്തൊരു എനർജിയാണ്, ഒരു മടിയില്ലാതെ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും ഓടി വരും കേട്ടോ. ഇവിടെ കണ്ട മറ്റൊരു പ്രത്യേകത, ഇവിടെ ഊണ് വിളമ്പുന്നത് വാഴയിലയിലാണ്. ഒപ്പം കുറച്ച് പച്ചക്കറി ഉണ്ടാവും. പച്ചക്കറി എനിക്ക് അത്രയും ടേസ്റ്റായിട്ട് തോന്നിയില്ല, എന്നാലും കൊള്ളാം. ഇവിടെ ഉച്ചയൂണ് മാത്രമേ ഉള്ളൂ കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, രാത്രിയിലത്തെ അത്താഴമൊന്നുമില്ല. ഒരു 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡ് തീരുന്നത് വരെ ഏകദേശം 6:30-7 മണി വരെയും ഇവിടെ ഫുഡ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ സമയം നോക്കി വരണേ. നിങ്ങൾക്കും കാണില്ല ഇതുപോലെ ഫേവറേറ്റ് സ്പോട്ടുകൾ, അതെല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ. അതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. കാരണം ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് പിടിച്ച ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചാൽ അതൊരു ഭാഗ്യമാണ്. അപ്പോൾ അത് ഏത് ഡിസ്ട്രിക്റ്റ് ആയിക്കോട്ടെ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ സ്ത്രീകൾ എപ്പോഴും വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നു, കൊടുക്കുന്നു, കഴിക്കുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാസത്തിലൊരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ ഫാമിലിയുടെ ഒപ്പം ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഭക്ഷണം പുറത്ത് പോയി കഴിക്കുക എന്നുള്ളത് ഒരു ചേഞ്ചാണ് നമ്മുടെ ലൈഫിൽ. എല്ലാവരും ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. ചേഞ്ച് മാത്രമല്ല, അതൊരു സന്തോഷവും ആ ബന്ധങ്ങളുടെ ദൃഢത കൂട്ടുക ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ തന്നെ ബുക്ക് ചെയ്യുക ഫാമിലിയുടെ ഒപ്പം ഒരു ഡിന്നറോ ലഞ്ചോ. നിങ്ങൾ വെള്ളക്കാന്താരിയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സീനറികൾ കണ്ട് ആസ്വദിക്കാൻ സാധിക്കും കേട്ടോ. അത്ര മനോഹരമാണ് ആ റൂട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ, സീ യു.